നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗുരു കടാക്ഷത്തെക്കുറിച്ച് ഒരു ഭക്തയുടെ അനുഭവം. കുഞ്ഞായിരിക്കുമ്പോൾ ദൈവം സത്യത്തിൽ ഉണ്ടോ എന്ന് ഭക്തയാണേ പറയുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ആഴത്തിലുള്ള എന്തിനോ വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു ഞാൻ. ആത്മീയതയെക്കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഗുരുവിനെ കാണിച്ചു തരണമേ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഗീതയിൽ ഇങ്ങനെ പറയുന്നു: നമസ്കാരം ചെയ്തും ചോദ്യങ്ങൾ ചോദിച്ചും ശുശ്രൂഷ കൊണ്ടും നീ അതിനെ അറിയുക. സത്യം അറിഞ്ഞവരായ ജ്ഞാനികൾ നിനക്ക് ആ ജ്ഞാനം ഉപദേശിക്കും. ഇങ്ങനെ സത്യമറിഞ്ഞ ഒരു ഗുരുവിനെയാണ് ഞാൻ അന്വേഷിച്ചിരുന്നത്. എൻ്റെ ഗുരുവിലേക്കുള്ള വഴി കാണിച്ചു തരാൻ ഞാൻ ഈശ്വരനോട് തീവ്രമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അമ്മയെക്കുറിച്ചുള്ള ഒരു പുസ്തകം ഞാൻ കണ്ടു. എത്രയും വേഗം അമ്മയെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാനും കുടുംബവും ചിക്കാഗോയിൽ വെച്ച് അമ്മയെ ആദ്യമായി കണ്ടു. പരിപാടി കഴിഞ്ഞപ്പോൾ അമ്മയെ പിരിയാൻ എനിക്ക് സാധിച്ചില്ല. അതിനാൽ ഞാൻ ഒറ്റയ്ക്ക് അമ്മയുടെ തുടർന്നുള്ള യാത്രയിൽ ചേർന്നു. ആ പര്യടനത്തിൻ്റെ അവസാന രാത്രി എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. ദേവീ ഭാവത്തിൽ ദർശനത്തിനായി കാത്തിരിക്കുമ്പോൾ എനിക്ക് ലോകത്തോട് അഗാധമായ വിരക്തിയും അമ്മയുടെ സ്നേഹത്തിനായുള്ള ആഗ്രഹവും തോന്നി. ഞാനും കൂടി ഭാരതത്തിലേക്ക് വന്നോട്ടെ എന്ന് അമ്മയോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ അമ്മയോട് സംസാരിക്കാൻ അനുവാദമുണ്ടോ എന്നറിയാത്തതിനാൽ ഞാനൊന്നും ചോദിച്ചില്ല. പക്ഷെ അമ്മ എൻ്റെ ഉള്ളിൽ തീവ്രമായ ഒരു അഭിലാഷം ആളിക്കത്തിച്ചു എന്ന് പറയാം. ഞാൻ ദർശന ഹാളിൽ നിന്നിറങ്ങി തനിച്ചു പുറത്ത് അലഞ്ഞു നടന്നു. ജീവിതത്തിൻ്റെ നശ്വരത മനസ്സിലാക്കിയ എന്നെ അമ്മ സംസാരത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് തേങ്ങിക്കരഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അകത്തേക്കു കയറി സ്റ്റേജിൻ്റെ പിറകിൽ ഇരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു: അമ്മേ, ഞാൻ അമ്മയെ പരീക്ഷിക്കുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. പക്ഷെ അമ്മയ്ക്ക് എൻ്റെ ഹൃദയം അറിയാമെങ്കിൽ എനിക്ക് ഇപ്പോൾ എല്ലാം ഉപേക്ഷിച്ചു ഭാരതത്തിലേക്ക് വരാം എന്നാണെങ്കിൽ ദയവായി എന്നെ ഒന്ന് നോക്കണേ. ഞാനിതു ചിന്തിച്ചയുടൻ എൻ്റെ മുന്നിൽ നിന്ന് കുറച്ചു പേർ എഴുന്നേറ്റ് മാറി ഒരു ചെസ് ബോർഡിൽ കരുക്കൾ ചലിപ്പിക്കുന്നത് പോലെ അമ്മ ആളുകളെ മാറ്റി. അങ്ങനെ എനിക്കമ്മയെ വ്യക്തമായി കാണാൻ കഴിഞ്ഞു. അമ്മ തിരിഞ്ഞ് എന്നെ വളരെ നേരം നോക്കി. മിന്നലിൻ്റെ പ്രകാശമുള്ള കടാക്ഷം. അമ്മ ജഗദീശ്വരി തന്നെ എന്ന് ചിന്തിച്ചു. അമ്മയ്ക്ക് എൻ്റെ ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാം അറിയാം. എല്ലാം ഉപേക്ഷിച്ച് ഭാരതത്തിൽ നിന്ന് അമ്മയുടെ ആശ്രമത്തിൽ താമസിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഗുരുവിൻ്റെ കടാക്ഷം തികച്ചും വ്യത്യസ്തമായ തലത്തിൽ നിന്ന് വരുന്നതാണ്. അമ്മയും ഒരു പ്രത്യേക വ്യക്തിയും തമ്മിലുള്ള രഹസ്യമായ ആശയവിനിമയമാണിത്. അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. അമ്മയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഗുരുവിൻ്റെ കടാക്ഷം ഭീമാകാരമായ ഒരു വെള്ളച്ചാട്ടം പോലെയാണ്. ശിവന്റെ ശിരസിൽ നിന്ന് ഗംഗ നിങ്ങളുടെ മേൽ പതിക്കുന്നത് പോലെ ആ കടാക്ഷമേറ്റാൽ നമ്മിലെ അനേകം ദുർവാസനകൾ പൂർണ്ണമായും നമ്മെ വിട്ടുപോകും. പിന്നീട് നാം ഒരിക്കലും അതേ വ്യക്തിയാകില്ല. നാം തികച്ചും പുതിയ ഒരാളാകും. സത്യത്തിൽ അമ്മയുടെ കടാക്ഷത്തിൻ്റെ ശക്തിയാണ് ഇന്ന് നമ്മെയെല്ലാം ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഹരി ഓം നമഃ ശിവായ.